നമ്മുടെ ഫേസ് ഇതുപോലെ ക്ലെൻസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക് അധികം ആരും എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അധികം ആരും അറിയാതെ പോകുന്നത് എന്താണെന്നാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മോസ്റ്റ് അണ്ടർ റേറ്റഡും അതുപോലെ തന്നെ എഫക്റ്റീവും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവനെ കുറിച്ചാണ്. ഉലുവ പൊതുവേ നമ്മുടെ ഹെയറിന് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഇഫക്റ്റീവാണ് എന്ന് പൊതുവേ നമുക്കറിയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഉലുവ. പക്ഷേ സ്കിന്നിന് ഉലുവ ഞാൻ അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേസ് പാക്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉലുവ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ആഡ് ചെയ്തത്. അതിന് കാരണം ഞാൻ ജാസി അഷീൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ നിന്നാണ് ഈ ഒരു ഉലുവ ഫേസ് പാക്കിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കാണുന്നതും കേൾക്കുന്നതൊക്കെ. നമ്മൾ കൂടുതലും കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, കടലപ്പൊടി, ചെറുപയർ പൊടി ആ ഒരു കാറ്റഗറീസിലായിരിക്കും നമ്മളെപ്പോഴും ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട് പോവുക. പക്ഷെ ഒരിക്കലും ഉലുവ എന്നൊരു ഇൻഗ്രീഡിയൻറ്റിലേക്ക് നമ്മുടെ ഒരു തോട്ട് പോവില്ല. എന്നാൽ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ, ഭയങ്കരമായിട്ടുള്ള കുരുക്കൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും കമ്മിയാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടീനേജേഴ്സിന് ഈ ഒരു ഉലുവ പാക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ പിമ്പിൾസ്, കുരുക്കളൊക്കെ പെട്ടെന്ന് തന്നെ കമ്മിയാവാനും റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതൊരു സീറോ കോസ്റ്റ് ഫേസ് പാക്കാണ്. നമ്മുടെ കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സൗന്ദര്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഈ ഒരു ഉലുവൻ്റെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ഉലുവ എടുത്ത് അതൊന്ന് പൊടിക്കുക, അതിലേക്ക് നമുക്ക് അത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെറും മിൽക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുക, മീൻസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ ക്ലെൻസ് ഒന്നും ആദ്യം ചെയ്തില്ല, ഡയറക്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്തത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉലുവ പേസ്റ്റ് ആക്കുമ്പോൾ ചെറിയൊരു വഴുവഴുപ്പും ചെറിയൊരു ഒട്ടലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഭയങ്കര തിക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവ പൊടിച്ചിട്ട് അതിൽ പാല് മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തലേ ദിവസം പാലിൽ ഉലുവ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് പിറ്റേ ദിവസം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാനും ഫേസ് മൊത്തം കവർ ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഭയങ്കര സ്ട്രോങ് അല്ലാത്തൊരു പാക്കായ കാരണം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ താഴെയില്ലേ, ഇപ്പം നിറം മാറാൻ വേണ്ടി താഴെ ഇടാം. അതുപോലെ നമുക്ക് ഇതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊരു ഡെയിലി ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് ഫേസ് ബേൺ ആവേ നീറോ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാനത് ആ ഫേസ് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ഉണ്ട്. എനിക്കിതിങ്ങനെ കവിളിങ്ങനെ പിടിച്ചിട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്ര ഇങ്ങനെ വഴുക്കി സ്ലിപ്പായി പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു ഫേസ് വാഷും ഒരു സ്ക്രബും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. സാധാ നോർമൽ പച്ച വെള്ളത്തിൽ അതൊന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു സൂത്തനിങ് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് ആ തൊടുമ്പോൾ ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റുള്ളൂ. ഇത് ഡെയിലി ചെയ്താൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മുടെ ഫേസിന് അടിപൊളിയാണ്. സോ അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ബ്യൂട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും. അതിരിക്കുമ്പോൾ ബൈ, സീ യു ഓൾ.